കേരള പോലീസിന് അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. കാരണം കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സിനിമയിലെ മമ്മൂട്ടിയും ക്യാരക്ടേഴ്സും എല്ലാം കൂടെ കേരളം വിട്ട് അന്യ സംസ്ഥാനത്ത് പോയി പ്രതികളെ പിടികൂടുന്നത് അത് റിയലായിട്ട് നടന്ന ഒരു സംഭവമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം ഒരു സംഭവം നടന്നേക്കുന്നത്. അതായത് നമ്മുടെ കേരള പോലീസ് MDMA ഉണ്ടാക്കുന്ന ഒരു കേന്ദ്രത്തിൽ നിന്ന്, അതായത് കേരളം വിട്ട് ഹൈദരാബാദിൽ ചെന്നിട്ട് അവിടെ നിന്ന് ആ ഒരു കേന്ദ്രത്തിൽ നിന്ന് അധികം പേരെ അറസ്റ്റ് ചെയ്യുകയും ആ കേന്ദ്രം പൂട്ടിക്കുകയും ചെയ്തു. അതായത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ വെച്ച് MDMA കൈവശമുള്ള ആളുകളെ പിടികൂടിയിരുന്നു. അതിൽ നിന്ന് അയാളെ ചോദ്യം ചെയ്ത് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് നിന്ന് പിന്നെയും MDMA 2 കിലോ 2.5 കിലോ മറ്റോ കണ്ട് പിടികൂടി. അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ നിന്ന് പുറകെ പോയി ലാസ്റ്റ് ബാംഗ്ലൂർ വെച്ച് 2-3 പേരെ പിടികൂടി. അങ്ങനെ പിടികൂടി അവസാനം കേസ് അന്വേഷിച്ച് അങ്ങ് ഹൈദരാബാദിൽ ചെന്നു. ഹൈദരാബാദിൽ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരുന്ന് കമ്പനിയിലാണ് ഇവർ ചെന്ന് പെട്ടത്. ഒരു മരുന്ന് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പുറകിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് മരുന്ന് കമ്പനികളിലൊക്കെ പേരിൽ ഇതിൻ്റെ ഇടവഴി MDMA കച്ചവടം കൂടെ ഉണ്ടെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അതായത് ആ ഫാക്ടറി മരുന്ന് ഫാക്ടറി റെയ്ഡ് ചെയ്തു വന്നപ്പോൾ മരുന്നും കാര്യങ്ങളും ഉണ്ട്, പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ MDMA അതുപോലെ മനുഷ്യന്മാരെ മയക്കുന്ന തരത്തിലുള്ള രാസലഹരികളൊക്കെ നിർമ്മിക്കുന്ന ഒരു വൻ ശൃംഖല തന്നെ അവിടെ കണ്ടുമുട്ടി. അത് കേരള പോലീസ് അവിടെ ചെന്ന് അത് അടച്ചു പൂട്ടുകയും ചെയ്തു. അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസ് മനസ്സ് വെച്ചാൽ, അതായത് എന്താ പറയുന്ന ഒരു കാര്യം തീർക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ പുറകെ പോയി അത് തീർത്തിട്ടേ വരത്തുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനിക്കാവുന്ന കാര്യമാണ് കേരള പോലീസിന്. കാരണം നമ്മുടെ സംസ്ഥാനം വിട്ട് അന്യ സംസ്ഥാനത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ കുറേ നൂലാമാലകളുണ്ട്. അതെല്ലാം ഊരി ലാസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരു സെറ്റപ്പിലേക്കാണ് പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു സമയത്ത് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം കൂടെ കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ചെന്നതിന് ശേഷം അവിടുന്ന് ഒരിക്കലും എന്താ പറയുക, നമുക്ക് വിചാരിക്കുന്ന പോലെയല്ല. കുറേ നൂലാമാലുണ്ട്. അന്യ സംസ്ഥാനത്ത് നിന്ന് പിടിക്കാമെന്ന് പറയുമ്പോൾ അവിടെയുള്ള പോലീസുകാരല്ല ഉദ്യോഗസ്ഥർക്ക് അതിൻ്റേതായ ഇവിടെ നിന്ന് ഒരാളെ നിന്ന് അവിടുന്ന് കേസ് അന്വേഷിച്ച് അവിടെ ചെന്ന് അവിടുന്ന് പിടികൂടുക എന്ന് പറയുമ്പോൾ അവിടെയുള്ളവർക്ക് അത് ഒരു ചെറിയ നാണക്കേടും ബുദ്ധിമുട്ടുമാണ്. കാരണം അവിടെയുള്ളവർക്ക് പറ്റാത്ത ഇവിടെയുള്ളവരെ കൊണ്ട് കഴിയുന്നു എന്ന് കാണുന്നത്. എന്തായാലും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. എന്തായാലും അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പരിശ്രമിച്ച എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഇനിയും കേരള പോലീസ് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കട്ടെ.